എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യത്തെ എൻ്റെ വീഡിയോ നാട്ടുതത്തയെക്കുറിച്ചാണ്. റോസ് റിംഗ്ഡ് പാരക്കിറ്റ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. മോതിരത്തത്ത എന്ന ഒരു പേര് കൂടി ഇതിനുണ്ട്. തത്തയെ അറിയാത്തവർ കേരളത്തിലെന്നല്ല ലോകത്തിലെങ്ങും ആരുമുണ്ടാവുകയില്ല. കുട്ടിക്കാലത്തെ അറ്റമില്ലാത്ത അത്ഭുതങ്ങളിലൊന്നാണ് കൂട്ടിലിട്ട് വളർത്തുന്ന തത്തയുടെ സംസാരം. എന്നാൽ തത്തയെ കൂട്ടിലിട്ട് വളർത്തുന്നത് നിയമപ്രകാരം തെറ്റാണ്, ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. എങ്കിലും ലോകത്തിൽ സുമാർ 320 ജാതി തത്തകളുണ്ടെന്നും അവയിൽ 5 എണ്ണം മാത്രമാണ് കേരളത്തിലുള്ളതെന്ന് അധികം ആളുകൾക്ക് അറിയില്ല. ഇവയിൽ ഏറ്റവും അധികമായി കാണുന്നതുമാണ് നമ്മുടെ നാട്ടുതത്ത. ഈ പക്ഷിക്ക് മൈനയോളമേ വലിപ്പമുള്ളൂവെങ്കിലും അതിൻ്റെ നീണ്ട കൂർത്ത വാൽ കൂടുതൽ വലിപ്പമുണ്ടെന്ന് തോന്നിപ്പിക്കും. തത്തയുടെ കൊക്ക് ആകൃതിയിൽ ഏകദേശം പരുന്തിൻ്റേത് പോലെയാണ്. ഇത് ബലം കൂടിയ കായകൾ പൊളിച്ചു തിന്നുവാൻ പറ്റിയ ആയുധമാണ്. എന്നാൽ തീരെ ലഘുവായ വിത്തുകളെ പിളർന്നു തിന്നുന്നതിന് ഈ കൊക്ക് സഹായിക്കുന്നു. മാത്രമല്ല പലപ്പോഴും ഒരു കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് പിടിച്ചു കയറുവാനും തത്തകൾ കൊക്കുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ആദ്യകാല പക്ഷി നിരീക്ഷകനായ ഇന്ദുചൂടൻ സാർ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൽ തത്തയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. അമ്പലപ്രാവിനെ പോലെ വലിയ പട്ടണങ്ങളിലും ചെറിയ ഗ്രാമങ്ങളിലും വിജനമായ പ്രദേശങ്ങളിലുമെല്ലാം ധാരാളം കാണാവുന്ന പക്ഷിയാണ് നാട്ടുതത്ത. നമ്മുടെ നാട്ടിൽ സർവ്വവ്യാപിയാണെങ്കിലും എണ്ണം നോക്കിയാൽ വളരെ ചുരുക്കമാണെന്ന് വേണം പറയുവാൻ. ഈ തത്തകളുടെ കൂട്ടം എത്രത്തോളം വലിയതാവാം എന്ന് വേണമെങ്കിൽ ആഗ്ര, ഡൽഹി എന്നീ പട്ടണങ്ങളിൽ പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ധാരാളം തത്തകളെ എങ്ങും കാണാം. നാട്ടിൻപുറങ്ങളിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ കാടിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലും ഇവരെ ധാരാളമായിട്ട് കാണാറുണ്ട്. പിന്നെ നമ്മുടെ വാഴാനിയിലൊക്കെ എപ്പോൾ ചെന്നാലും ഈ തത്ത ഇങ്ങനെ കൂട് വയ്ക്കുന്നതും അതിന് ചുറ്റും ഉള്ള പ്രദേശങ്ങളിൽ നൂറുകണക്കിന് തത്തകൾ പറന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ദൃശ്യം നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ചേറൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വയൽ പ്രദേശത്ത് നിന്ന് എടുത്താണ്. പണ്ട് വയലായിരുന്നു, ഇപ്പോൾ അവിടെ കൃഷിയൊന്നും ചെയ്യുന്നില്ല. അത് കാരണം പണ്ട് എങ്ങോ വീണ് കിളിർത്ത ഇതുപോലത്തെ നമ്മുടെ നെൽച്ചെടി എങ്ങനെയോ വളർന്ന് വലുതായി അതിൽ നിന്ന് അതിൻ്റെ എന്താ പറയുക ചെറിയ നെല്ലൊക്കെ പറിച്ച് തിന്നുന്ന കാഴ്ചയാണ് എനിക്ക് വീഡിയോഗ്രാഫി ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, ഈ പുല്ലിൻ്റെ വിത്തുകളും ഇവർ ധാരാളമായിട്ട് തിന്നും. അപ്പോൾ ഈ പുൽവിത്തുകളൊക്കെ പറിച്ച് അത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് തിന്നണത് കാണാനായിട്ട് നല്ല രസമുള്ള കാഴ്ച. പണ്ടത്തെ തലമുറയിലെ ആൾക്കാരും പണ്ടത്തെ പക്ഷി നിരീക്ഷകനായ ഇന്ദുചൂടൻ സാർ പോലും തത്തയെ ഒരു ശത്രുവായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അതായത് കർഷകരുടെ ഒരു ശത്രുവായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഈ തത്തകൾ നമ്മുടെ നാട്ടിൽ അത്രയധികം ഇല്ലാത്തതിന് നാം ദൈവത്തോട് നന്ദി പറയണമെന്നാണ്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ചില പ്രദേശങ്ങളിൽ കൃഷിക്കാരുടെ മുഖ്യ ശത്രുക്കൾ പാടത്ത് വിള നിറഞ്ഞു നിൽക്കുമ്പോൾ തത്തകൾ ആയിരക്കണക്കിന് വന്നിറങ്ങി കതിരുകൾ അറുത്ത് കൊണ്ടുപോവുകയും അവ തിന്നുന്നതിൻ്റെ 2-3 ഇരട്ടി നിലത്ത് തന്നെ വീണ് ചീഞ്ഞു പോവുകയും ചെയ്യും. തത്തയ്ക്കും മനുഷ്യനും ഇല്ലാതെ പോവുകയാണ് ഈ കതിരുകൾ. അദ്ദേഹം പറയുന്നതിൽ ചില കാര്യങ്ങളല്ല മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പിന്നെ കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നടാൻ വേണ്ടിയിട്ട് പാവിയിട്ടുള്ള ഈ കണ്ടത്തിൽ പാവിയിട്ടുള്ള ഞാറുണ്ടല്ലോ, ആ ഞാറ് ഇവർ കൂട്ടത്തോടെ വന്നിട്ട് പറിച്ചിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് നെല്ലുണ്ടാവുമല്ലോ, ആ നെല്ലൊക്കെ ഇവർ കൊത്തി തിന്നും. എന്നിട്ട് അവിടെ ആകെ നശിപ്പിച്ചിട്ട് പോകുന്ന ഒരു പരിപാടിയും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേന്ത്രക്കായ ഉണ്ടല്ലോ, നേന്ത്രക്കായ പാകാവണ സമയത്ത് ഏകദേശം പഴുക്കാറായ സമയത്ത് ഈ ഈറ്റങ്ങൾ കൂട്ടത്തോടെ വന്നിട്ട് അത് കൊത്തിപ്പറിക്കും. എന്നിട്ട് അത് കൊത്തിപ്പറിച്ച് മുഴുവൻ തിന്നില്ല, അതിൻ്റെ ഒരു അരി പോലത്തെ സാധനം ഉണ്ടല്ലോ അത് മാത്രം തിന്നും. അപ്പോൾ ഈ
തത്തയ്ക്ക് വിശപ്പടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അരി മാത്രം തിന്നണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല മുഴുവൻ തിന്നേണ്ടി വരും. അങ്ങനെയും കൃഷിക്ക് കർഷകർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പക്ഷിയാണ് ഇതെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായ സലീം അലി സാറും ഇവരെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത് തത്തയ്ക്ക് പൂള, മുരുക്ക് എന്നീ മരങ്ങളിൽ നിന്നും തേൻ നുകരുവാൻ വളരെ ഇഷ്ടമാണ്. എന്നാൽ മറ്റു പല ജാതി പക്ഷികളെ പോലെ ഇത് പരാഗ വിതരണം നടത്തി മരങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കരുത്. തത്തകൾ തേൻ കുടിക്കുവാനായി പൂക്കളെ കീറിപ്പൊളിച്ചും അറുത്തിട്ടും നശിപ്പിക്കുന്നതുകൊണ്ട് അവ ഒരു വിധത്തിലുള്ള ഗുണവും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പഞ്ചവർണ്ണക്കിളി എന്ന് പറയുന്നത് നാട്ടുതത്തയാണ്. പക്ഷേ ആ പേരിന് കൂടുതൽ അർഹതയുള്ള പക്ഷി പൂന്തത്തയാണ് എന്നാണ് ഇന്ദുചൂടൻ സാർ പറയുന്നത്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചിട്ടുള്ള കാരണമൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. പിന്നെ കിളികളെ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്ത് എന്നെ സഹായിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. എല്ലാ പക്ഷി നിരീക്ഷകരും അടക്കമുള്ള ആൾക്കാർ നമ്മുടെ ഈ തത്തേനെ കുറ്റമൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പക്ഷികളിലൊന്നാണ് നമ്മുടെ ഈ റോസ് റിംഗ്ഡ് പാരക്കീറ്റ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ കാണാനുള്ള ഭംഗി തന്നെയാണ്. അപ്പോൾ വീഡിയോ വീക്ഷിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അടുത്ത ഒരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ.